ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 4 ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. തീം 3 മധ്യ ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ. ഇതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ മറ്റ് പാഠങ്ങളേക്കായി സ്വല്പം ഒരു വ്യത്യാസമുണ്ട്. ചില കേട്ടിട്ടില്ലാത്ത ടേമുകൾ, എളുപ്പത്തിൽ മനസ്സിലാവാത്ത ചില ഭാഗങ്ങൾ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞ പഠിച്ച ഭാഗം പറഞ്ഞു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഉറവിടങ്ങൾ പഠിച്ച് നെക്സ്റ്റ് അറേബ്യയിലെ ഇസ്ലാമിൻ്റെ വളർച്ചയെപ്പറ്റിയും മുഹമ്മദിൻ്റെ ജനനത്തെപ്പറ്റിയും അത് വന്നു. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ 5 പില്ലേഴ്സ്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പില്ലറുകൾ, 5 തൂണുകൾ അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് എക്സാം പോയിൻ്റായിട്ട് ശരിക്കും ചോദിക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞ് ദ കാലിഫേറ്റ് എക്സ്പാൻഷൻ, സിവിൽ വാഴ്സ് ആൻഡ് സെക്ട് ഫോർമേഷൻ. കാലിഫേറ്റുകൾ, ഇസ്ലാമിൽ മുഹമ്മദിന് ശേഷം പിന്തുടർച്ചക്കാർ ഇല്ല. അപ്പോൾ അദ്ദേഹം അന്ത്യപ്രവാചകൻ, ലാസ്റ്റ് പ്രോഫറ്റ് എന്ന് വന്നതുകൊണ്ട് അതിനുശേഷം വളരെ ബുദ്ധിപൂർവമായിട്ട് കാലിഫേറ്റ് കൊണ്ടുവന്നു. അപ്പോൾ തമ്മിലടിച്ച് ഇസ്ലാം വീണ്ടും അങ്ങ് പഴയ അവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ വളരെ നല്ല ഖലീഫുമാരുടെ കീഴിൽ ഈ ഭരണം. അപ്പോൾ ആദ്യത്തെ ഖലീഫുമാർ അങ്ങനെ തന്നെ ആയിരുന്നു. തന്നെ ശരിക്കും പ്രവാചകൻ്റെ പിന്തുടർച്ചക്കാർ, അവർക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നുള്ളവരുടെ കാര്യത്തിൽ മാറ്റം വന്നു. പിന്നീട് ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഉമയ്യദ്സ്. എക്സാമിന് ചോദിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഉമയ്യദുകൾ ഭരണത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. മുആവിയ ഇൻട്രൊഡ്യൂസ്ഡ് ഹെറിഡിറ്ററി സക്സഷന്. പിന്നെ ഇവർ ക്രിസ്ത്യൻ അഡ്വൈസേഴ്സിനും സ്വരാഷ്ട്രിയൻസിനെയൊക്കെ ഭരണത്തിലോട്ട് കൊണ്ടുവരാൻ തയ്യാറായി. ഇമ്പീരിയൽ പവർ വാസ് ബേസ്ഡ് ഓൺ ഡയറക്ട്ലി ഓൺ ഇസ്ലാം. ഇമ്പീരിയൽ പവറൊക്കെ ഇസ്ലാമിൽ അധിഷ്ഠിതം. അപ്പോൾ ഇസ്ലാമിൽ നിന്നും പൂർണ്ണമായിട്ട് വിട്ടുപോകാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഒരുപാട് പുതുമകൾ കൊണ്ടുവരാൻ ഉമയ്യദുകൾക്ക് കഴിഞ്ഞു. അപ്പോൾ എക്സാം പോയിൻ്റായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഉമയ്യദുകളെ പറ്റി, ഉമയ്യദുകളുടെ റിഫോംസിനെ പറ്റി. പിന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒന്നാണ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് അബ്ദുൽ മാലിക്, അല്ലെങ്കിൽ ദ കോയിനേജ് സിസ്റ്റം ഓഫ് അബ്ദുൽ മാലിക്. അബ്ദുൽ മാലിക്കിൻ്റെ കോൺട്രിബ്യൂഷൻസ് കുറച്ചുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോയിനേജാണ്. അപ്പോൾ ബൈസാൻഡിയൻ കോയിനേജസ് നിലനിൽക്കുന്ന ആ കോയിനുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇസ്ലാമികവൽക്കരിച്ച്, അറേബ്യവൽക്കരിച്ച്. അപ്പോൾ എന്നിട്ട് ഡോം ഓഫ് ദ റോക്ക് ജെറൂസലേമിൽ ഇതൊക്കെ സ്ഥാപിക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഉമയ്യദുകൾ നമ്മൾ പറഞ്ഞ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതാണ്. അതിനകത്ത് തന്നെയുള്ള അബ്ദുൽ മാലിക്കിൻ്റെ കോയിനേജ് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അബ്ബാസിദ്ദുകൾ, രണ്ടിലൊരെണ്ണം ഇന്ന് വരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അബ്ബാസിദ്ദുകളുടെ റവല്യൂഷൻ, അബ്ബാസിദ്സ് റവല്യൂഷൻ. അപ്പം ദവ എന്ന് പറയുന്ന പ്രസ്ഥാനം അബ്ബാസിദ്ദുകൾ, ഉമയ്യദുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അബ്ബാസിദ്ദുകളെ ഭരണത്തിൽ കൊണ്ടിരുന്നു. മെക്കയിലെ ഒരു സമ്പന്ന ഫാമിലിയായ അബ്ബാസിദ്ദുകൾ, അവർ ഭരണത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. അവർ അബൂ മുസ്ലിം എന്ന് പറയുന്ന ഇറാനിയൻ സ്ലേവ് റിവർ സാബിലിൻ്റെ കരികിൽ വെച്ച് അവസാന കാലിഫയായിരുന്ന മർവാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്ബാസിദ് സാമ്രാജ്യം സ്ഥാപിക്കുന്നു. അബ്ബാസിദ്സ്. അപ്പോൾ ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അബ്ബാസിദ്സ് ഓർ അബ്ബാസിദ് റവല്യൂഷൻ. അപ്പോൾ നമ്മളത് എക്സാം പോയിൻ്റായിട്ട് ചോദിക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസം പഠിച്ച കോസസ് ഫോർ ദ ബ്രേക്കപ്പ് ഓഫ് ദ കാലിഫേറ്റ്. അപ്പോൾ കാണുമ്പോൾ ഒത്തിരിയുണ്ട്, കേൾക്കാൻ സ്വല്പം അവ്യക്തമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത്. പോയിന്റ് ബൈ പോയിൻ്റായിട്ട് ഖലീഫ സ്ഥാനത്തിന് തകർച്ച. അപ്പോൾ അത് തന്നെ നമുക്ക് തന്നെ പ്രത്യേകിച്ച് തന്നെ ഉദ്ദേശിക്കാം. ഫസ്റ്റ് ഖലീഫമാരെല്ലാം പ്രോഫറ്റിനെ പോലെ തന്നെ നല്ലവരായ ആൾക്കാരാണ്, വളരെ സംശുദ്ധമായ ഭരണം നിലനിന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഹറൂൺ അൽ റഷീദിനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളുമാർ തമ്മിൽ പോലുമുള്ള കനത്ത സംഘർഷങ്ങൾ. പിന്നെ ശേഷം വന്ന പല ഖലീഫമാരെയും എതിരാളികൾ വധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാം, ഖിലാഫത്ത് പ്രസ്ഥാനം വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തുർക്കിയിൽ നടക്കുന്ന എന്താ, നിലവിലുള്ള ഖലീഫയുടെ അഴിമതിയൊക്കെ കാരണം ഇയാളെ വേണ്ടാമണ്ട് അവിടെ സമരം നടക്കുകയാണ്. ഇന്ത്യയിൽ അപ്പോൾ ഇദ്ദേഹത്തിനെ പുറത്താക്കിയതിനെതിരെ സമരം നടക്കുകയാണ്. അടുത്ത സെൽജക് ടർക്സ്. ഒരു എക്സാം പോയിൻ്റായിട്ടൊന്നും വലുതായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 2 ബ്രദേഴ്സ്, തുഗ്രിൽ ആൻഡ് ജഗ്രീബഗ് എന്ന് പറയുന്ന ഈ കൃഷിക്കാർ. എന്തായാലും ഈ സുൽത്താനേറ്റുകളുടെ ഉത്ഭവം ഇതോടുകൂടിയാണ്. ടർക്സ് എന്ന് പറയുമ്പോൾ തുർക്കി യൂറോപ്പിലെ ഏക ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ യൂറോപ്പിലെ സമ്പത്ത് കുറഞ്ഞ രാജ്യമാണ്. അതുകൊണ്ട് PSC പരീക്ഷയ്ക്ക് ചിലപ്പോൾ യൂറോപ്പിലെ രോഗി, ദ സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ തുർക്കിയാണെന്ന് പറയാം.
അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മൾക്ക് ഇന്ന് ക്രൂസൈഡ്സിലോട്ട് കയറാമെന്ന് പറഞ്ഞു. ക്രൂസൈഡ്സ്, കുരിശ് യുദ്ധങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് കുരിശ് യുദ്ധങ്ങളിലോട്ട് കയറുമെന്ന്. വാർ ബിറ്റ്വീൻ യൂറോപ്യൻ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഇൻ ദ 11th and 12th centuries. ഇത്ര ഓർക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളിലൂടെ യൂറോപ്പിൽ വെച്ച് 11 12 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ, യൂറോപ്പിൽ വെച്ചെന്ന് പറയാനൊക്കത്തില്ല, യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ അങ്ങ് ശരിക്കും അറേബ്യയിലോട്ട് ചെല്ലുകയാണ്, ഉണ്ടായ യുദ്ധങ്ങളെയാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പൊതുവിലൊരു വിവരണം കഴിഞ്ഞ് ഓരോ കുരിശ് യുദ്ധത്തിനെ പറ്റി നോക്കാം. ക്രൂസൈഡ്സ് വേർ ദി വാഴ്സ് ഫോട്ട് ബൈ ക്രിസ്ത്യൻസ് അഗൈൻസ്റ്റ് മുസ്ലിംസ് ടു ഫ്രീ ദ ഹോളി ലാൻഡ് ഓഫ് പാലസ്റ്റീൻ. പാലസ്റ്റീൻ എന്ന് പറയുന്ന ആ പുണ്യഭൂമി മോചിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധമാണ്. അപ്പം നേരത്തേനേക്കാൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്. ഇൻ 1076 സെൽജക് ടർക്സ് കോൺകേർഡ് ജെറുസലേം ആൻഡ് സ്റ്റാർട്ടഡ് ടോർച്ചറിങ് ക്രിസ്ത്യൻസ്. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് മുസ്ലിങ്ങളായി പോയെങ്കിൽ പോലും ആ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന തൊഴുന്നതിൽ നിന്നും തടഞ്ഞില്ല. പക്ഷേ ഈ അപരിഷ്കൃതരായ സെൽജക് ടർക്സിൻ്റെ കയ്യിൽ എപ്പോൾ എത്തി, അവർ ക്രിസ്ത്യാനികളെ ജെറുസലേമികളൊന്നും പ്രാർത്ഥിക്കുന്നതിന് തടയുകയും അവർ ശരിക്കും പീഡിപ്പിക്കാനും തുടങ്ങി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൂസൈഡുകളുടെ ആരംഭം. AD 1092 സെൽജക് സുൽത്താൻ മാലിക് ഡൈഡ്. ഹിസ് എംപയർ സ്റ്റാർട്ടഡ് ഡിസിൻറ്റഗ്രേഷൻ. അപ്പോൾ ഈ സമയത്ത് ഒരു സംഭവം ഉണ്ട്, എന്തെങ്കിലും ഒന്നും ഉണ്ടായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോകല്ലേ. സെൽജുക്കുകളുടെ സുൽത്താനായ മാലിക് മരിക്കുന്നു. അയാളുടെ മരണത്തോടുകൂടി ആ എംപയർ, ആ സാമ്രാജ്യം തകരാൻ തുടങ്ങുന്നു. ദിസ് ഗേവ് എ ചാൻസ് ടു ബൈസാന്റിയൻ എംപറർ അലക്സിയസ് ഫസ്റ്റ് ടു റിഗെയിൻ ഏഷ്യ മൈനർ. ഇത് ബൈസാന്റിയൻ സാമ്രാജ്യത്തിലെ, ആ ക്രിസ്തീയ സാമ്രാജ്യത്തിലെ അലക്സിയസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിന് ഏഷ്യ മൈനർ പിടിച്ചെടുക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. ആൻഡ് നോർത്തേൺ സിറിയ ആൻഡ് ഹി ട്രൈഡ് ടു കോൺകർ ദിസ് റീജിയൻ. ഏഷ്യ മൈനർ മാത്രമല്ല, വടക്കൻ സിറിയ കൂടി പിടിച്ചെടുക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു. പോപ്പ് അർബൻ II ജോയിൻഡ് വിത്ത് അലക്സിസ് ടു റിലീസ് ദ ഹോളി ലാൻഡ് ഓഫ് ജെറുസലേം. അപ്പോൾ പുണ്യഭൂമിയായ ജെറുസലേം പിടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു സഹായം കൂടി കിട്ടുന്നു. പോപ്പ് അർബൻ II ജോയിൻഡ്. അലക്സിസ് II പോപ്പ് അർബൻ II കൂടി, സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാത്ത പോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മാർപ്പാപ്പ, വത്തിക്കാനിലെ നമ്മുടെ പാപ്പ. അപ്പൊ അന്നത്തെ പോപ്പിന്റെ പേരാണ് അർബൻ II. ഹി അഡ്വൈസ്ഡ് ടു ടേക്ക് ആംസ് ഇൻ ദ നെയിം ഓഫ് ഗോഡ്. ദൈവനാമത്തിൽ ആയുധങ്ങൾ എടുക്കാൻ പോപ്പ് ആഹ്വാനം ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ AD 1095 to 1291 4 മേജർ വാഴ്സ് ആൻഡ് സ്മാൾ ബാറ്റിൽസ്. അപ്പോൾ AD 1095 1291 ഇടയ്ക്ക് 4 പ്രധാന കുരിശ് യുദ്ധങ്ങളും ചില ചെറിയ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിന് ചരിത്രത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയും. കുരിശ് യുദ്ധങ്ങൾ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന് പറയുന്ന നോവലിൽ ഡ്രാക്കുള പ്രഭു കുരിശ് യുദ്ധങ്ങളിൽ മരണപ്പെട്ട ആളാണ്. അപ്പം ആഗ്രഹങ്ങൾ അടങ്ങാതെ മരണപ്പെട്ടവരുടെ ആത്മാവ് പോകത്തില്ല. അപ്പോൾ അതിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ അടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും പീറ്റർ പാൻ എന്ന് പറയുന്ന ഒരു ചരിത്ര ഗവേഷകൻ ഇദ്ദേഹത്തിനെ കണ്ട് മയങ്ങി വീഴുന്നതും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പാനം ചെയ്തിട്ട് പിന്നെ ലോകമാസകലം ഭീകരത സൃഷ്ടിച്ചിങ്ങനെ നടക്കുന്നതും. അപ്പോൾ അന്നത്തെ കഥകൾക്കും സാഹിത്യത്തിനും പോലും വലിയ സംഭാവന കൊടുത്തതാണ്. പക്ഷേ അതൊന്നുമല്ല, ഇതിൻ്റെ വലിയ ട്രാജഡി തന്നെയായിരുന്നു ക്രൂസൈഡ്സ്. തന്നെ ചൈൽഡ് ക്രൂസൈഡ് എന്ന് പറയുന്നൊന്നുണ്ട്. യൂറോപ്പിലെ കുട്ടി സായിപ്പുകളും കുട്ടി മദാമ്മമാർ, കൊച്ചുകുട്ടികൾ, ഇവർ ഈ സെൽജുക് ടർക്സ് എന്ന് പറയുന്ന അപരിഷ്കൃതന്മാർ നേരെ മതപരമായ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായി യുദ്ധത്തിന് ചെല്ലുന്നുണ്ട്. ഇവരെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ പിടിച്ച് അടിമകളാക്കി. അപ്പോൾ വളരെ മോശപ്പെട്ട, അപ്പോൾ എല്ലാ മതങ്ങളും സ്നേഹവും ഉദാത്തമായ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നതെങ്കിലും ഇതുപോലത്തുള്ള തീവ്രവാദം വരുമ്പം ഇന്നും നിങ്ങൾക്കറിയാം നിലപാടുകളും കാര്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ അന്ന് യൂറോപ്പിലുണ്ടായ ശക്തമായ ഇസ്ലാം സംഘടനത്തിൻ്റെ പേര് തന്നെയാണ് ക്രൂസൈഡ്സ്. അപ്പോൾ എവിടെ ഉണ്ടായി, എന്നുണ്ടായി, ആര് തമ്മിലുണ്ടായി, എത്ര എണ്ണം ഉണ്ടായി, അതെന്നൊക്കെയാണ് ആ രീതിയിൽ ഓർത്തിരുന്നാൽ നമുക്ക് ക്രൂസൈഡ്സ് എളുപ്പം പഠിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം 1, 2, 3 എന്നുള്ള ക്രമത്തിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 അല്ലല്ലേ 4 മേജറൊക്കെ ഇല്ലേ? 4 മേജറൊന്നും പരീക്ഷ ചോദിക്കാൻ പോകുന്നില്ല. ഏറിയാൽ ഒരെണ്ണമാണ് പ്രാധാന്യത്തോടു കൂടി വരുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ പ്രാധാന്യം കുറയുക. നാലാമത്തെ പറ്റി പരാമർശം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കുരിശ് യുദ്ധങ്ങൾ വാളും പരിചയമൊക്കെയായിട്ട് അവരിങ്ങനെ ഏറ്റുമുട്ടുന്നതിൻ്റെ പോർട്രേറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഓരോന്നായിട്ട് നോക്കാം.
ക്രൂസൈഡ് ഫസ്റ്റ് 1098 തൊട്ട് 1099 വരെ. സോൾജിയേഴ്സ് ഓഫ് ഫ്രാൻസ് ആൻഡ് ഇറ്റലി ക്യാപ്ചേർഡ് ആന്റിയോക്ക് ആൻഡ് ജെറൂസലേം. അപ്പോൾ ഒന്നാമത്തേല് ഫ്രാൻസിന്റെ ഇറ്റലിയുടെയും സംയുക്ത സൈന്യം ആന്റിയോക്കും ജെറൂസലേമും പിടിച്ചെടുത്തു. എന്നിട്ട് അവർ ചെയ്യുന്നതാണ് മാസക്കർ ഓഫ് മുസ്ലിംസ് ആൻഡ് ജ്യൂസ്. ജെറൂസലേമൊക്കെ സ്വതന്ത്രമാക്കിയപ്പോൾ ആ സന്തോഷത്തിന് കിട്ടിയ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും മൊത്തം കൊന്നുകളയുകയാണ്. ഫോർമേഷൻ ഓഫ് 4 ക്രൂസൈഡ് കൺട്രീസ് ഇൻ സിറിയ, പാലസ്റ്റീൻ ഏരിയ കാൾഡ് ഔട്ട്രീമർ. സമുദ്രാന്തര നാടെന്ന് പറയുന്ന ക്രൂസൈഡ് സ്റ്റേറ്റുകൾ സ്ഥാപിച്ചു. അതർ ക്രൂസൈഡ്സ് ഫോർ പ്രൊട്ടക്ട് ദ ഔട്ട്രീമർ. പിന്നുണ്ടാവുന്ന എല്ലാ കുരിശുയുദ്ധങ്ങളും ഈ സമുദ്രാന്തര നാടുകൾ, ഔട്ട്രീമർ സ്റ്റേറ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാം കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിച്ചു, ജെറുസലേം സ്വതന്ത്രമാക്കി, കുറേയേറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ഔട്ട്രീമർ സ്റ്റേറ്റുകളാക്കി അവ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കുരിശുയുദ്ധങ്ങൾ ഏർപ്പെടുന്നു. ക്രൂസൈഡ് സെക്കൻഡ് 1145 തൊട്ട് 1149 വരെ. നിങ്ങളൊരു പേപ്പറിലോട്ട് 2-3 ഒന്ന് എഴുതിയിട്ടാൽ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടഡ് ഇൻ 1144, എഡേസ വൺ ഓഫ് ഔട്ട്രീമർ റീകോൺകേർഡ് ബൈ ടർക്സ്. അപ്പം അതിൻ്റെ കാരണം 1144 ഈ ഔട്ട്രീമർ സമുദ്രാന്തര നാടിലെ എഡേസ എന്ന് പറയുന്ന സ്ഥലം തുർക്കികൾ തിരിച്ചു പിടിച്ചതാണ് ഇതിന് പെട്ടെന്നുണ്ടായ കാരണം. പോപ്പ് ഡിക്ലെയർഡ് സെക്കൻഡ് വാർ ബട്ട് ഫെയിൽഡ്. പോപ്പ് 2ാം യുദ്ധം പ്രഖ്യാപിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ജർമ്മൻ ഫ്രഞ്ച് ആർമി ട്രൈഡ് ടു ക്യാപ്ചർ ഡെമാസ്കസ് ബട്ട് ഡിഫീറ്റഡ് ബൈ ടർക്സ്. ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ സൈന്യം ഡെമാസ്കസ് പിടിച്ചെടുക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. സലാം അൽ-ദിൻ ഓർ സലാഡിൻ ഫൗണ്ടഡ് ഈജിപ്ഷ്യൻ സിറിയൻ എംപയർ ആൻഡ് ഡിക്ലെയർഡ് ജിഹാദ് എഗൻസ്റ്റ് ക്രിസ്ത്യാനികൾ. അപ്പോൾ പുതിയൊരു ഭരണാധികാരി ഇസ്ലാമിൽ വരുന്നു, സലാം അൽ-ദിൻ അല്ലെ സലാഡിൻ എന്ന് വിളിക്കുന്നു. ഫൗണ്ടഡ് ഈജിപ്ഷ്യൻ സിറിയൻ എംപയർ, ഒരു ഈജിപ്റ്റ് സിറിയ സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് ജിഹാദ്, വിശുദ്ധ യുദ്ധം, മതയുദ്ധം പ്രഖ്യാപിച്ചു. In 1187 he defeated crusaders and reoccupied Jerusalem. 1187 കുരിശുയുദ്ധക്കാരെ തോപ്പിച്ചിട്ട് ജെറൂസലേം പിടിച്ചെടുത്തു. ജെറൂസലേം കെയിം അണ്ടർ ദ ടർക്സ് ആഫ്റ്റർ എ സെഞ്ചുറി. ഒരു നൂറ്റാണ്ടിന് ശേഷം വീണ്ടും തുർക്കികളുടെ കയ്യിലായി ജെറൂസലേം. അപ്പോൾ ആദ്യം ജെറൂസലേമിലൊക്കെ കയറി പള്ളിയിലൊക്കെ തൊഴാനല്ല അവിടെ കയറി ആരാധിക്കാനുള്ള അവകാശമൊക്കെ ക്രിസ്ത്യാനികൾ കൊടുത്തെങ്കിലും സലാദിൻ കൺവെർട്ടഡ് ക്രിസ്ത്യൻ ചർച്ചസ് ടു മുസ്ലിം മോസ്ക്സ്. സലാദിൻ അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾ, പള്ളികളെല്ലാം മുസ്ലിം മോസ്കുകളാക്കി. ആൻഡ് ജെറൂസലേം ബിക്കെയിം എ മുസ്ലിം സിറ്റി. അപ്പോൾ ആദ്യം ക്രിസ്ത്യാനികൾ വിചാരിച്ച സലാദിൻ നല്ല ആളാണ്, നല്ല ടോളറൻ്റ് ആണ്, അപ്പോൾ അങ്ങനെ പെരുമാറുന്നു. ജെറൂസലേമിൽ കയറി ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരാധിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ജെറൂസലേം പള്ളിയിലൊന്നും ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള ഒട്ടുമിക്ക ക്രിസ്ത്യൻ പള്ളികളും ഇസ്ലാമിക മോസ്കുകളൊക്കെ ആക്കി മാറ്റുകയൊക്കെ ചെയ്തു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നു. ക്രിസ്ത്യാനികൾക്ക് നല്ല ഫെയിലുവറാണ് അവിടെ കൊണ്ട് സംഭവിച്ചത്. അപ്പോൾ 2ാമത്തെ കുരിശുയുദ്ധമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 1ാമത്തതിൻ്റെ പേരെഴുതി 1-2 പോയിന്റിൽ അതിൻ്റെ ഇയർ എഴുതി 1-2 പോയിന്റ്സ് എഴുതി ഒരു പേപ്പറിൽ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഇനി ക്രൂസൈഡ് തേർഡ് സ്റ്റാർട്ടഡ് ഇൻ AD 1189. മേജർ കോസ് ലോസിംഗ് ഓഫ് ജെറൂസലേം. ജെറൂസലേമിൻ്റെ നഷ്ടം 3ാം കുരിശുയുദ്ധത്തിന് കാരണമാകുന്നു. നോ മേജർ സക്സസ് ടു ദ ക്രൂസേഡേഴ്സ്. അപ്പോൾ ഈ കുരിശുയുദ്ധക്കാർക്ക് പിന്നീട് ആദ്യം വമ്പൻ വിജയമാണെങ്കിലും പിന്നീട് വലിയ വിജയമൊന്നും ഉണ്ടാകുന്നില്ല. ബട്ട് ദ ക്രൂസേഡേഴ്സ് ഗെയിൻഡ് ലിറ്റിൽ വിക്ടറി ഇൻ പാലസ്റ്റീൻ ആൻഡ് ഗോട്ട് ഫ്രീ ആക്സസ് ടു ജെറൂസലേം ഫോർ ക്രിസ്ത്യൻ പിൽഗ്രിംസ്. അപ്പോൾ കുറച്ച് വിജയമൊക്കെ ഉണ്ടായി പാലസ്റ്റീനിൽ. അപ്പോൾ അതുവഴി അവർക്ക് ക്രിസ്ത്യാനികളായ തീർത്ഥാടകർക്ക് ജെറൂസലേമിലേക്ക് ഫ്രീ ആക്സസ്, സൗജന്യമായി കടന്നു ചെല്ലാനുള്ള ഒരവകാശമൊക്കെ നേടിയെടുക്കാൻ ഈ തേർഡ് ക്രൂസേഡേഴ്സിന് കഴിഞ്ഞു. ദ മാംലൂക്സ്, ദ റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്, ഫൈനലി എക്സ്പെൽഡ് ദ ക്രൂസേഡിംഗ് ക്രിസ്ത്യൻസ് ഫ്രം ആൾ ഓഫ് ദ പാലസ്റ്റീൻ ഇൻ 1291. ഈജിപ്തിലെ ഭരണാധികാരികളായ മാംലൂക്സ് എന്ന് പറയുന്നവർ അന്തിമമായിട്ട് ഈ കുരിശുദ്ധക്കാരായ ക്രിസ്ത്യാനികളെ പാലസ്റ്റീനിൽ നിന്നും പുറത്താക്കി 1291. യൂറോപ്യൻസ് ഗ്രാജ്വലി ലോസ്റ്റ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ക്രൂസൈഡ്സ്. അതൊരു പ്രധാന പോയിന്റാണ്. യൂറോപ്യന്മാർക്ക് ക്രമേണ യുദ്ധത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ദേ ടേൺ ടു ലക്ഷൂറിയസ് ലിവിങ്. പിന്നീട് അവർ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലിവിങ്ങിലും. മോറോവർ ദ ക്രിസ്ത്യൻ റൂളേഴ്സ് ഫോട്ട് എമംഗ് ദെംസെൽസ് ഓവർ ടെറിട്ടറീസ്.
സ്ഥലങ്ങൾക്ക് വേണ്ടി ആ ക്രിസ്ത്യൻ സാമ്രാജ്യക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമരമൊക്കെ ചെയ്യുന്ന അവസ്ഥയിലോട്ട് വന്നു. ഇനി കോൺസിക്വൻസ്, അത് നമുക്ക് പരീക്ഷാ സംബന്ധിയായിട്ട് പ്രാധാന്യമുള്ളതാണ്. കുരിശ് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ അതിൽ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മുസ്ലിം സ്റ്റേറ്റ്സ് ടുവേർഡ്സ് ഇറ്റ്സ് ക്രിസ്ത്യൻ സബ്ജക്ട്സ് ബിക്കെയിം ഹാർഷർ. അപ്പോൾ കുരിശ് യുദ്ധത്തിന് വളരെ വ്യാപകമായ ഫലങ്ങളുണ്ടായി. അപ്പോൾ അതിൽ ഈ ആറ്റിറ്റ്യൂഡ് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുണ്ടായിരുന്ന ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറിയിട്ട് ഇപ്പോൾ അവരോടൊരു കർക്കശ മനോഭാവമായി. ക്രൂസൈഡ്സ് took a heavy toll of human lives. Thousands of people lost their lives in these conflicts. വളരെ വലുതായിട്ട് മാനവരാശിയെ ബാധിച്ചാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കുരിശ് യുദ്ധങ്ങളിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ക്രൂസൈഡ്സ് ഇൻഫ്ലിക്റ്റഡ് എ സെറ്റ് ബാക്ക് ടു പേപ്പസി. പാപ്പാസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ അപ്പൊസിഷൻ ഡെസിഗ്നേഷൻ, അതിന് വലിയൊരു സെറ്റ് ബാക്ക് വന്നു. The church suffered severe economic loss. Papacy lost its status and prestige. പേപ്പസിക്ക് അതിൻ്റെ അന്തസ്സ് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു യുദ്ധത്തിനൊക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നിലവാരത്തിന് യോജിക്കുന്നതല്ലായിരുന്നു. അത് നഷ്ടപ്പെട്ടു, അതിൻ്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നിരിക്കുന്ന മോണിറ്ററിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ കാണാൻ പറ്റത്തില്ല, എങ്കിലും ബുക്കിൽ ഇവയെല്ലാം ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. ക്രൂസൈഡേഴ്സ് ആൾസോ ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. കുരിശ് യുദ്ധങ്ങൾ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമായി. ഫ്യൂഡൽ ലോഡ്സ് ലോസ്റ്റ് ഹെവിലി ഇൻ ദിസ് റിലീജിയസ് വാഴ്സ് ഇൻ ടേംസ് ഓഫ് മെൻ ആൻഡ് വെൽത്ത്. ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് കനത്ത നഷ്ടം, അവരുടെ ആൾക്കാരുടെ ജീവൻ പോയത് മാത്രമല്ല കനത്ത സാമ്പത്തിക നഷ്ടവും നേരിട്ടു. അങ്ങനെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അടുത്ത എ മേജർ റിസൾട്ട് ഓഫ് ക്രൂസൈഡ്സ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതൊരു നല്ല റിസൾട്ടാണ്, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവടത്തിൻ്റെ വളർച്ച. ദ യൂറോപ്യൻ കോണ്ടാക്ട്സ് വിത്ത് അറബ്സ് ഓപ്പൺഡ് അപ്പ് ന്യൂ പോസിബിലിറ്റീസ് ഓഫ് ട്രേഡ്. യൂറോപ്യന്മാരും അറബികളും തമ്മിലുള്ള ബന്ധങ്ങൾ കച്ചവടത്തിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. ദ ക്രൂസൈഡ്സ് പ്രൊവൈഡഡ് ദ യൂറോപ്യൻസ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഓറിയന്റൽ സിവിലൈസേഷൻ. ക്രൂസൈഡ്സ് കിഴക്കിനെ കുറിച്ചുള്ള നല്ല ഒരു അറിവ്, കിഴക്കൻ സംസ്കാരത്തിനെ കുറിച്ച് നല്ലൊരു അറിവ് യൂറോപ്യന്മാർക്ക് ഉണ്ടാകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ശരി, ബാക്കി അടുത്ത ക്ലാസ്സിൽ.